എന്നെപ്പോലെയുള്ള ഒരാളിനെ കൂടി അംഗീകരിക്കാൻ തയ്യാറായതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷവും അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള നന്ദിയും കടപ്പാടും എന്നും എക്കാലവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വരുന്ന 2025 ആണെങ്കിലും 26 ആണെങ്കിലും തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടത്തുക എന്നുള്ളതാണ് ഒരു UDFൻ്റെ ഭാഗമായി മാറിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് തീർച്ചയായും UDFൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി ഘടകകക്ഷികൾ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങളും അവരുടെ കൂടി നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും വരും കാലങ്ങളിൽ UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്.